മനുഷ്യൻ്റെ അല്പകാലം മാത്രമായ ഈ ഭൂവിലെ വാസമായ ഈ ലോക ജീവിതമായ ഈ പ്രൊബേഷൻ പീരീഡ് ദൈവത്തിന് പ്രീതികരമായി പൂർത്തിയാക്കുവാൻ സഹായിക്കുന്നതിനാണ് യേശു എന്ന രക്ഷിതാവ് ഭൂമിയിൽ വന്ന് തന്നിൽ വിശ്വസിക്കുന്നവരെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നീതീകരിക്കുകയും നീതീകരിക്കപ്പെട്ടവർക്ക് വസിക്കുവാൻ പുതിയ വാസസ്ഥലമായ ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്തത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്ന് യോഹന്നാൻ സ്നാപകനും യേശുവും ശിഷ്യന്മാരും ഉദ്ഘോഷിച്ചതും ഈ രാജ്യത്തെക്കുറിച്ചാണ്. പഴയ നിയമത്തിലെ മനുഷ്യൻ രാജാവായ കനാൻ എന്ന ഭൗതിക രാജ്യത്തിൽ നിന്നും ദൈവം രാജാവായ ദൈവരാജ്യം എന്നതിലേക്കുള്ള മാറ്റമാണ് പുതിയ നിയമത്തിൻ്റെ ലക്ഷ്യം. യേശു ഭൂമിയിൽ സ്ഥാപിച്ചതും യേശുവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി പൂർണ്ണതയിലെത്തുന്നതുമായ ദൈവരാജ്യം എന്ന പുതിയ രാജ്യത്തിലെ നിയമമാണ് പുതിയ നിയമം. ഈ ദൈവരാജ്യം പരിശുദ്ധ സഭയാണ്. മനുഷ്യൻ പേരിട്ട് വിളിക്കുന്നതല്ല ആ സഭ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന യഥാർത്ഥ സഭ നിർമ്മലരിൽ കനിയുന്ന, നിർമ്മലനാം ദൈവത്തോടുകൂടെ വസിക്കുന്ന നീതീകരിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടമാണ്. അവിടുത്തെ രാജാവ് നമ്മുടെ കർത്താവും രാജാതിരാജാവുമായ ദൈവമാണ്. ദൈവം രാജാവായ ദൈവരാജ്യത്തിൽ വസിക്കുവാൻ ലോകരാജ്യങ്ങളിൽ എന്ന പോലെ നിയമങ്ങളുണ്ട്. അതാണ് കർത്താവ് തന്ന കൽപ്പനകൾ. ഐഹിക രാജ്യമായ കനാൻ നാട്ടിൽ വസിക്കുവാൻ ഈ നിയമത്തിൻ്റെ പഴയ പതിപ്പായ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന പകരത്തിന് പകരമായ നിയമം നൽകി. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന കൽപ്പന ഉൾപ്പെടുന്ന 10 നിയമങ്ങളും അനുബന്ധ നിയമങ്ങളും ഉണ്ടായിരുന്നു. അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് പരിഹാരമായി ഉപജന്തുക്കളുടെ ബലികളും രക്തത്തിന് പകരം രക്തം ചൊരിയാതെ വിമോചനമില്ല എന്ന കർക്കശ നിയമവും നൽകി. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. എന്നാൽ നിയമം പാലിക്കുവാൻ അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ കരുണാമയനായ ദൈവം തൻ്റെ സൃഷ്ടിയോടുള്ള അദമ്യമായ സ്നേഹത്താൽ പാപം ചെയ്ത് ദാസരായി വസിച്ച ജനത്തെ മക്കളാക്കി തീർക്കുവാൻ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ദൈവത്തെക്കാൾ ഉപരി ആരെയും സ്നേഹിക്കരുത് എന്നിങ്ങനെയുള്ള 10 കൽപ്പനകളടങ്ങിയ മോശ മുഖാന്തരം നൽകിയ നിയമങ്ങൾ യേശുവിലൂടെ പുതുക്കി നൽകി. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അനുദിനം ചെയ്തു പോകുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവ സ്വഭാവത്തിലേക്ക് വളർന്ന് ദൈവരാജ്യത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തെ അനുകരിക്കുവാൻ വചനഭാഗം ഉപദേശിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.